വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണം സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എല്ലാ വർഷവും ഓണത്തിന് വിഷുവിനൊക്കെ ട്രഡീഷണൽ ഡിസൈൻസ് എംബ്രോയിഡറി ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പാലക്ക എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്തതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ വാൽക്കണ്ണാടി, അതുപോലെ മിറർ സ്റ്റിച്ച് ചെയ്യുന്നത്, നെറ്റിപ്പട്ടം എംബ്രോയിഡറി അതൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓണം ഡിസൈൻസ് ഒക്കെ. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് പാലക്ക ഡിസൈൻ എങ്ങനെയാണ് ചെയ്തത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്തത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ ഡിസൈൻ ചെയ്യാനുള്ള ഡ്രസ്സിൽ കറക്റ്റ് ഫ്രെയിമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ടോപ്പിൽ നെക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്ലൗസിൻ്റെ സ്ലീവിലോ എന്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലിതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കുക. അപ്പോൾ നെക്കാവുമ്പോൾ നമ്മളിതുപോലെ താഴെ എന്തെങ്കിലും പേപ്പറൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ട്. ഇനി നമ്മൾ ഒരു പേപ്പറിൽ പാലക്കയുടെ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഒരു ചെറിയ പേപ്പറാണ് എടുത്തേക്കുന്നത്. അതിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെൻസിലുകൊണ്ട് പാലക്കയുടെ ഡിസൈൻ വരച്ചു കൊടുക്കുക. ചിലർക്ക് നന്നായി ട്രയാങ്കിൾ ഷേപ്പിലുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അങ്ങനെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഷേപ്പാണ് ഇഷ്ടം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇത്തിരി വലുതാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ഫ്രണ്ടിൽ, അതായത് ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ചെയ്യുന്നതായതുകൊണ്ട് ഒറ്റ പീസേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് വലുതാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഗ്രീൻ കളർ ആണെങ്കിൽ ഗ്രീന്, റെഡ് അല്ലെങ്കിൽ നേവി ബ്ലൂ, അങ്ങനെ പല കളറിൽ ഇപ്പോൾ പാലക്ക ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കളർ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക. ഇത് നമ്മൾ തുന്നും കേട്ടോ, ലാസ്റ്റ് എല്ലാം കൂടെ തുന്നും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി എല്ലാം ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബീഡ്സ്, ആൻറ്റിക് കളർ 2 ടൈപ്പ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയൊരു ചെയിനായിട്ട് കിട്ടുന്ന ബീഡ് ഉണ്ടല്ലോ, ഗോൾഡൻ കളർ, അതാണ് ഉള്ളിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനായിട്ട് ആദ്യം ഒരു 2 ഔട്ട്ലൈനായിട്ട് ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ചെയിനായിട്ട് കിട്ടുന്ന ബീഡാണിത്. ഇത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക ആദ്യം. ഞാനൊരു 4 ഔട്ട്ലൈൻ വരെ കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, നമുക്ക് 3, 4, 5 എത്ര വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഭംഗി തോന്നുന്ന അത്രയും നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 എണ്ണം ചെയ്യുന്നുണ്ട്. 2 എണ്ണം നമ്മൾ ആദ്യം ഔട്ടറിൽ ചെയ്തിട്ട് പിന്നെ ഇന്നറിൽ ചെയ്യാം. അപ്പോൾ ഒരു 2 എണ്ണം ഇതേപോലെ വെക്കുക. അപ്പോൾ ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമ്മളിത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിനാണ് ഇങ്ങനെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ആദ്യം സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ 2 ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വലിയ ബീഡ്സ് കാണിച്ചില്ലേ, അതാണ് ഇനി തുന്നാൻ പോണത് കേട്ടോ. ഈ ഒരു ആൻറ്റിക് കളർ ബീഡാണ് ഇനി തുന്നാൻ പോണത്. ഇത് നമ്മൾ ത്രെഡ് വെച്ച് തുന്നി എടുക്കുക തന്നെ വേണം. ഈ ഒരു ആരി ത്രെഡ് വെച്ചിട്ട്, ആരി ത്രെഡ് തന്നെ എടുക്കുക. മറ്റേ സിൽക്ക് ത്രെഡോ കോട്ടനോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആരി ത്രെഡ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എടുക്കാൻ എളുപ്പത്തിന് ദേ ഈ ഒരു ഇങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുക ത്രെഡ്. അതിൽ നിന്ന് തന്നെ നമ്മൾ സൂചിയിലേക്ക് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് കോർക്കാൻ നിൽക്കുകയാണെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ ഇത് നമ്മൾ സ്ട്രെയിറ്റ് ഒക്കെ ഉള്ളത് നമുക്ക് ഗ്ലൂ വെക്കണമെന്നില്ല, ഇങ്ങനെ തന്നെ തുന്നിയെടുക്കാം. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കർവൊക്കെ വരുന്നുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഇത് തുന്നി കൊടുക്കുക കേട്ടോ. ഈ താഴെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് വയ്ക്കുക. അപ്പോഴാണ് ആ ഒരു കർവ് ചെരിഞ്ഞിരിക്കുന്ന ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. പാലക്കയ്ക്ക് കറക്റ്റായിട്ട് ഷേപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ വൃത്തികേടാവും. അപ്പോൾ നല്ല ആ ഒരു ഷേപ്പ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ചെരിവൊക്കെ വരുമ്പോഴുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമുക്ക് ബീഡ് കൊണ്ട് തുന്നിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരി സൂചി വെച്ചിട്ട് ഓരോ ബീഡായിട്ട് തുന്നിയെടുക്കണം. ഇത് എളുപ്പവഴിയിലാണല്ലോ നമ്മൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ട് നമ്മൾ തുന്നിയെടുക്കുക. ഇപ്പോൾ നമ്മൾ 3 ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കാം. പാലക്കയ്ക്കൊക്കെ മുകളിൽ നമ്മൾ കണ്ടിട്ടില്ലേ സ്റ്റോൺ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ റെഡാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേറെ കളറാണെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് കളറായിട്ട് വെക്കാം. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ബീഡ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെഡ് സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരെണ്ണം 3 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. വലുതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സാരിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറുത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ടോപ്പിൻ്റെ ചെസ്റ്റ് ആ ഒരു ഭാഗത്ത് നെക്കിൻ്റെ താഴേക്കാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വലുതായിട്ട് ചെയ്യണം, ഒരൊറ്റ പീസേ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ സെറ്റ് സാരിയിൽ സ്ലീവിലൊക്കെ ആണെങ്കിൽ ചെറുത് കുറേ ആയിട്ട് ചെയ്യാം കേട്ടോ.
ഇനി ഞാനതിൻ്റെ താഴോട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് പാലക്കയ്ക്ക് ഉണ്ടാവുക. ഞാനിതിപ്പോൾ ഇങ്ങനെ വീതി കൂട്ടി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പ് ആക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഈ റെഡ് സ്റ്റോണിൽ നമ്മൾ ഇതേ ബീഡ് തന്നെ ഒന്നും കൂടെ കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതങ്ങനെ വെറുതെ വിടണമെങ്കിൽ അങ്ങനെ ആക്കാം, അതല്ലെങ്കിൽ ഒരു ഫിനിഷിങ് വേണമെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അത് ഈ വലിയ ബീഡ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ തുന്നി തന്നെ എടുക്കണം കേട്ടോ. അത് നമ്മൾ വെറുതെ ഫാബ്രിക് ഗ്ലൂ വെച്ച് കൊടുത്താൽ ശരി കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടില്ല. നല്ല ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ തുന്നി കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു 10-20 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. ഞാനിതിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ ഒരുവിധം ഫിനിഷ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 4 ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങട്ടെ. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ആരി ത്രെഡ് വെച്ചിട്ട് ഓരോ സൈഡായിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് ചെയ്യാൻ വലിയ സ്റ്റിച്ചിങ്ങോ ഡിസൈനിങ്ങോ ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.